എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്രകൃതിയിൽ ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ഈ സനാതന ധർമ്മത്തിൽ വൃക്ഷരാജനായിട്ട് ആൽമരത്തെയും നദികളിൽ ഭാരതപ്പുഴയും നമ്മൾ കണ്ടു. ഇന്നേ ദിവസം പർവ്വതങ്ങളിൽ ഈശ്വരനെ കാണാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. മലകളിൽ ഈശ്വരനെ കാണുക എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപം മാത്രമേ ഉള്ളൂ. അത് ആ 18 മലകൾക്കും അധിപനായിട്ട് വർത്തിക്കുന്ന സാക്ഷാൽ സ്വാമിയുടേതാണ്, അയ്യപ്പൻ്റേതാണ്, ശാസ്താവിൻ്റേതാണ്. ഭഗവാന്റെ ആരാധനയിൽ മലകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാമി അയ്യപ്പനെയും ഭഗവാന്റെ മലകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. പൊതുവിൽ എപ്പോഴും പറയാറുള്ളത് സുബ്രഹ്മണ്യ സ്വാമിക്കും ശാസ്താവിനും ഉയർന്ന സ്ഥലങ്ങളാണ് ഇരിക്കാൻ താല്പര്യം എന്നാണ്. ശാസ്താക്ഷേത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, പലതും കുന്നിൻ്റെ പുറത്തായിരിക്കും. സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാമൊഴി തന്നെയുണ്ട്. കുന്നിറുക്കും ഇടമെല്ലാം കുമർന്നിറുക്കും ഇടം എന്നാണ്. കുന്നിൻ്റെ മുകളിലാണ് അത്ര എപ്പോഴും സുബ്രഹ്മണ്യസ്വാമി ഉണ്ടാവുക. അതുപോലെ തന്നെ ശാസ്താവും. ഇവർ രണ്ടുപേരും ഉയർച്ചയിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ദേവതകളാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മലയുടെ മുകളിൽ അയ്യപ്പൻ ഇരിക്കണു, മലയുടെ മുകളിൽ മുരുകൻ ഇരിക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എപ്പോഴും ഉയർന്ന സ്ഥാനത്തിരിക്കുക ഗുരുഭാവത്തിലുള്ള ആൾക്കാരാണ്, പഠിപ്പിക്കുന്ന ആളുകളാണ്. പഠിപ്പിക്കുന്ന ആൾക്കാരാണ് താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ രണ്ട് ദേവതകളുടെയും ഗുരുനാഥ ഭാവമാണ് യഥാർത്ഥത്തിൽ ഈ മലകളിലൂടെ ദൃശ്യമാവണത് എന്നാണ്. സ്വാമിയുടെ 18 മലകളെക്കുറിച്ച് നമുക്കറിയാം. അതിന് പുറമെ 108 ശാസ്താക്ഷേത്രങ്ങൾ പരശുരാമസ്വാമി ഈ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പലതും മലയുടെ മുകളിൽ തന്നെയാണ്. ഭഗവാൻ എപ്പോഴും ഈ മലയായിട്ട് വലിയ ബന്ധമുള്ള ഒരു ദേവതയാണ്. അതിൽ തന്നെ വിശേഷമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കേരളീയ സമ്പ്രദായത്തിൽ വേദപാരമ്പര്യമൊക്കെ എടുക്കുമ്പോൾ പെരുവനം ഗ്രാമം, ആ പെരുവനം ഗ്രാമത്തിന് വലിയ പ്രാധാന്യമാണ് കേരളത്തിൻ്റെ വേദപരമ്പരയിൽ ഉള്ളത്. ആ പെരുവനം ഗ്രാമത്തിൻ്റെ 4 അതിർത്തിയിലും പരശുരാമസ്വാമി 4 മലകളെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ 4 മലകളിലും ഓരോരോ ശാസ്താ പ്രതിഷ്ഠ വീതം അദ്ദേഹം ചെയ്തു എന്നാണ്. കാരണം മലകളിലാണ് ശാസ്താവിനെ കുടിയിരുത്താൻ ഏറ്റവും എളുപ്പം എന്നാണ് ഈ ഗുരുനാഥ ഭാവമുള്ളതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം നിർണയിച്ചിട്ടുള്ള 4 ക്ഷേത്രങ്ങളാണ്. ഒന്ന് സാക്ഷാൽ അകമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, ഊഴത്ത് അയ്യപ്പക്ഷേത്രം, എടത്തുരുത്തി അയ്യപ്പക്ഷേത്രം, കുതിരാൻ അയ്യപ്പക്ഷേത്രം. ഇത് 4ഉം പരശുരാമൻ പെരുവനം ഗ്രാമത്തിൻ്റെ 4 സ്ഥലത്ത് 4 അതിരുകളിലായിട്ട് പ്രതിഷ്ഠിച്ച ശാസ്താക്ഷേത്രങ്ങളാണ്. ഇത് നോക്കിയാലൊക്കെ അറിയാം, ഇതൊക്കെ ഇരിക്കുന്നത് കുന്നിൻ്റെ പുറത്താണ്. കുതിരാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരത്തിൽ കുതിരയുടെ മുകളിൽ കയറിയവൻ എന്ന് അർത്ഥമുണ്ട്. കുതിര കയറാത്ത സ്ഥലമായിരുന്നു അത് എന്നുള്ള പേരും അതിന് പറഞ്ഞു കേൾക്കാറുണ്ട്. അശ്വാരൂഢനായിട്ടുള്ള കുതിരപ്പുറത്ത് പോകുന്ന വേട്ടയ്ക്ക് തയ്യാറായി നിൽക്കുന്ന സ്വാമിയാണ് അവിടെ ആരാധിക്കുന്നത്. അകമലയിൽ എത്തുമ്പോൾ അവിടെ കുറച്ചുകൂടെ ധർമ്മശാസ്താവിൻ്റെ ഒരു രൂപം ഭഗവാൻ വരുന്നു. എടത്തുരുത്തിയിൽ ഭഗവാൻ അയ്യപ്പനായിട്ടിരിക്കുന്നു. അതുപോലെ ഊഴത്ത് ഭഗവാൻ സ്വാമിയായിട്ടിരിക്കുന്നു. ഇതൊക്കെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കുന്നത് ഭഗവാന് പ്രകൃതിയായിട്ടുള്ള ബന്ധം ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പന്, പ്രത്യേകിച്ച് അയ്യപ്പന്. കാരണം അയ്യപ്പന് ക്ഷേത്രത്തിനേക്കാൾ കുറച്ചുകൂടെ വിശിഷ്യായിട്ട് കാവ് സങ്കല്പം പറയാറുണ്ട്. ഇപ്പം പല സ്ഥലത്തും പോകുമ്പോൾ അവിടെയൊക്കെ ചില സ്ഥലപ്പേരുകൾ തന്നെ കാണാം. അതിൻ്റെയൊക്കെ പേര് പലപ്പോഴും അയ്യപ്പൻ കാവ് എന്ന് പറയുന്ന സ്ഥലം തന്നെ കേരളത്തിൽ പല സ്ഥലത്തുമുണ്ട്. കാരണം ഭഗവാൻ ഇരിക്കുന്നത് പ്രകൃതിയായിട്ട് ചേർന്നിട്ടാണ്. പ്രകൃതിയായി ചേർന്നിരിക്കുന്ന ആരാധനാലയങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കാവ്. അപ്പോൾ മലയിലിരിക്കുന്ന ഭഗവാൻ, പ്രകൃതിയായിട്ട് ചേർന്നിരിക്കുന്ന ഭഗവാൻ, ഇതൊക്കെ ശരിക്കും സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ ഈ പ്രകൃതി ബന്ധത്തെയാണ്. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് മാറി ഒരു അസ്തിത്വം ഭഗവാന് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ സദാ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് സാന്നിധ്യം. ഇപ്പോൾ ശബരിമല എടുത്താലും, പൊന്നമ്പലമേട് എടുത്താലും, ഭഗവാന്റെ പൂങ്കാവൻ എടുത്താലും, പമ്പ എടുത്താലും, ശരംകുത്തി എടുത്താലും, അപ്പാച്ചിമേട് എടുത്താലും, ഇതൊക്കെ ഒരു തരത്തിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അസ്തിത്വമാണ്. പ്രകൃതിയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. പ്രകൃതിയിലാണ് ഭഗവാന്റെ ആ ഒരു തപസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാനന ക്ഷേത്രമാണ് ശബരിമല എന്ന് നമ്മൾ വിളിക്കുന്നത് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഇത്രയധികം ശാസ്താ പാരമ്പര്യങ്ങൾ ഒരുമിച്ച്, പ്രത്യേകിച്ച് ഈ പർവ്വത പ്രദേശങ്ങളുടെ മലകളുടെ സാന്നിധ്യം ശാസ്താവിൻ്റെ ആരാധനയിൽ വലിയ പങ്കാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മല കാണുന്ന സമയത്ത് അതിൽ ശാസ്താവിനെ ചിന്തിക്കാൻ
നമുക്ക് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. കാരണം ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാസസ്ഥലമാണ് ആ കാണുന്നത്. അങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ കുടികൊണ്ടുകൊണ്ട് ഭഗവാന്റെ ഗുരുനാഥ ഭാവത്തെയും ഒപ്പം എപ്പോഴും ഉയർന്ന പ്രദേശത്ത് ഇരിക്കുക, കാവൽ നിൽക്കുന്ന ആളുകളാണ് അത്ര. ഇപ്പം നമ്മൾ പട്ടാളക്കാരുടെയൊക്കെ ബങ്കറുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പൊക്കെ കാണുമ്പോൾ എപ്പോഴും ഉയർന്ന സ്ഥലത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് നിരീക്ഷിക്കണത് കാണാം. അതുപോലെ ഭഗവാൻ നിരീക്ഷിക്കണമെന്നാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ അദ്ദേഹം കാത്തു രക്ഷിക്കുന്ന പ്രദേശത്തേക്ക് വരുന്നുണ്ടോ, അതും കൂടെ നോക്കാനത്രേ ഭഗവാൻ മലയുടെ മുകളിലിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരാനും നമ്മളെ മറ്റുള്ള ദുഷ്ടചിന്തകളിൽ നിന്ന് രക്ഷിക്കാനും ഉയർന്ന പ്രദേശങ്ങളിലിരിക്കുന്ന ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.